ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീനൂസ് ടേസ്റ്റ് ഓഫ് ഹോം. ഇന്ന് നമുക്ക് പ്രഷർ കുക്കറിൽ 10 മിനിറ്റിനുള്ളിൽ മട്ട റൈസ് അല്ലെങ്കിൽ ചെമ്പ റൈസ് എങ്ങനെ കുക്ക് ചെയ്യാമെന്ന് നോക്കാം. 2 മെത്തേഡിലാണ് ഞാനിവിടെ റൈസ് ഡ്രെയിൻ ചെയ്യുന്നത്, പ്രഷർ കുക്കറിലും കൊളൻഡറിലും. ഇതുകൂടാതെ നമുക്കിപ്പോൾ രാവിലെയൊക്കെ കുക്ക് ചെയ്യുന്ന റൈസ് രാത്രിയാകുമ്പോൾ തണുത്തിരിക്കും, പ്രത്യേകിച്ചും തണുപ്പ് കാലങ്ങളിൽ. അപ്പോൾ അതൊന്നും നമുക്ക് ചൂടാക്കി എടുക്കാനായിട്ട് ഒന്നുകിൽ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ച് ഡ്രെയിൻ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീമറിൽ ആവിയിൽ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിൽ ഒന്ന് വാം ചെയ്തെടുക്കാം. ഇതൊന്നുമല്ലാതെ നമുക്ക് പ്രഷർ കുക്കറിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ ചൂടാക്കി എടുക്കാം എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മട്ട റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ബ്രാൻഡ് മട്ട റൈസ് ആയിരുന്നാലും കുഴപ്പമില്ല. ഇവിടെ ഞാനിത് കുക്ക് ചെയ്യാനായിട്ട് 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുക്കറിൽ നമുക്ക് ഏകദേശം 2 മുതൽ 3 കപ്പ് റൈസ് വരെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ 2 കപ്പ് റൈസാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. റൈസിലുള്ള സ്റ്റാർച്ച് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്ത് കളയാം. ഇപ്പോൾ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തവണ വാഷ് ചെയ്താൽ മതിയാകും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 തവണ വരെ വാഷ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വെള്ളം ക്ലിയർ ആകുന്നത് വരെ വാഷ് ചെയ്തെടുക്കാം. ഇനി റൈസ് കുക്ക് ചെയ്യുന്നതിനായിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഇവിടെ ഞാൻ പച്ചവെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ 2 കപ്പ് റൈസിന് 8 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ച വെള്ളം വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം. കുക്കറിൻ്റെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളമാണ് വെള്ളം നിറച്ചിരിക്കുന്നത്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. വിസിൽ വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലുമാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ആദ്യത്തെ വിസിലാണിത്. അത് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോയിലോട്ടിട്ട് 2 വിസിലും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. രണ്ടാമത്തെ വിസിൽ, മൂന്നാമത്തെ വിസിൽ. ഈ 3 വിസിൽ കേട്ട് കഴിയുമ്പോൾ റൈസ് കംപ്ലീറ്റ് ആയിട്ട് കുക്കായി കിട്ടും. ഏകദേശം 10 മിനിറ്റ് മുതൽ 15 മിനിറ്റിനുള്ളിൽ ഈ റൈസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കുക്കായി കിട്ടും. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കുക്കറിൻ്റെ വിസിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രഷർ റിലീസായി വന്നിട്ടുണ്ട്. നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു ടൈമിൽ റൈസ് കംപ്ലീറ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. എങ്കിലും ഈ റൈസിൽ വെള്ളമുള്ളത് കാരണം നമുക്കിതിലേക്ക് വീണ്ടും വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇവിടെ ഞാൻ പച്ചവെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇതൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഏകദേശം 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഡ്രെയിൻ ചെയ്യാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് പ്രഷർ കുക്കറിൽ എങ്ങനെ ഡ്രെയിൻ ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് കുക്കറിൻ്റെ ആ ഒരു ലിഡിലുള്ള ഗ്യാസ്കറ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. ഒരു റബ്ബർ പോലത്തെ റിംഗ് ആണ്. അത് നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം മാറ്റി ഈ റൈസ് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഈ റൈസ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിനായി കിട്ടും. ഈ ടൈമിൽ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ നീരാവി കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതിനായിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് തുറന്നു വയ്ക്കാം. 5 മിനിറ്റ് ഇതുപോലെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ റൈസ് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ഇപ്പം നമ്മൾ ആ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളത്തിലും ഒട്ടും തന്നെ റൈസ് വന്നിട്ടില്ല. അപ്പോൾ അത്രയും നന്നായിട്ടാണ് ആ കുക്കറിൽ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി സെക്കൻഡ് മെത്തേഡ് കൊളൻഡറിൽ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ റൈസും അതുപോലെ വെള്ളവും കൂടെ ഒരുമിച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് 5 മിനിറ്റ് ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ റൈസ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. കണ്ടോ, റൈസ് നന്നായിട്ട് കുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് കുക്ക് ചെയ്തിട്ടുള്ള റൈസ് എങ്ങനെ റീഹീറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സാധാരണ നമുക്ക് ഇതുപോലെ ചോറ് ചൂടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഡ്രെയിൻ ചെയ്തെടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീമറിലൊന്ന് ആവി കയറ്റിയെടുക്കും, മൈക്രോവേവിലൊന്ന് റീഹീറ്റ് ചെയ്യാം. ഇതൊന്നും അല്ലാതെ നമുക്ക് കുക്കറിൽ എങ്ങനെ 5 മിനിറ്റിനുള്ളിൽ ചോറ് ചൂടാക്കി എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൽ കാണിക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് കുക്ക് ചെയ്തിട്ടുള്ള റൈസ് ആഡ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കാം. ഒത്തിരി വെള്ളം ചേർക്കരുത്, വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം.
ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ചേർത്തിരിക്കുന്ന വെള്ളം നന്നായിട്ട് തിളച്ച് ഈ ഒരു റൈസിലേക്ക് സ്റ്റീം കയറുമ്പോഴത്തേക്കും റൈസ് നന്നായിട്ട് ചൂടായി കിട്ടും. അപ്പോൾ സെൻറ്ററിലേക്ക് റൈസ് ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റീം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ റൈസ് കുക്കറിൽ ചെറുതായിട്ടൊന്ന് സ്റ്റിക്കാവുന്നതിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. ആ ടൈം ആകുമ്പോൾ നമുക്ക് റൈസിൽ വെള്ളം ഡ്രെയിൻ ആയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് പകർത്താം. അങ്ങനെ 5 മിനിറ്റിൽ റൈസ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല. വളരെ ഡ്രൈ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ 2 മിനിറ്റ് ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീമൊക്കെ പോയിട്ട് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 10 മിനിറ്റിൽ തന്നെ നമുക്ക് മട്ട റൈസ് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ടൈം സേവ് ചെയ്യാം, അതുപോലെ ഗ്യാസും സേവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.